അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും ഷിഫാഉൽ അംറാദിലേക്ക് സ്വാഗതം. പ്രിയമുള്ളവരെ, ഇന്ന് പല ആളുകളും പറയുന്ന ഒരു കേസാണ്, ഉസ്താദെ ദുആക്ക് ഉത്തരം കിട്ടുന്നില്ല, ഒരുപാട് പ്രശ്നങ്ങളാണ്, എന്ത് പ്രശ്നമായാലും അള്ളാഹു ഉത്തരം നൽകുന്നില്ല, ഉത്തരം കിട്ടുന്നില്ല. 5 വഖ്ത് നിസ്കരിക്കുന്നുണ്ട്, നിസ്കാരത്തിന് ശേഷം ദുആഇക്കുന്നുണ്ട്, ഉത്തരം കിട്ടുന്നില്ല. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, കടങ്ങളുണ്ട്, വീട് പണിയുണ്ട്, മകളെ കെട്ടിക്കാനുണ്ട്, ഇങ്ങനെ തുടങ്ങി ഒരുപാട് പ്രശ്നങ്ങൾ പറയുന്ന ആളുകളുണ്ട്. അവരൊക്കെ എല്ലാ സമയത്തും ദുആ ചെയ്യുന്നുണ്ട്, തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ദുആഇക്കുന്നുണ്ട്, ശരിയാവുന്നില്ല. ളുഹാ നിസ്കരിച്ച് ദുആ ചെയ്യുന്നുണ്ട്, എന്നിട്ടും ദുആക്ക് ഉത്തരം കിട്ടുന്നില്ല. പല ദാനധർമ്മങ്ങളും ചെയ്യുന്നുണ്ട്, എന്നിട്ടും കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. പല ചികിത്സയും ചെയ്യുന്നുണ്ട്, എന്നിട്ടൊന്നും ദുആക്ക് ഉത്തരം കിട്ടുന്നില്ല. അപ്പോൾ ദുആക്ക് ഉത്തരം കിട്ടാതിരിക്കാൻ പല കാരണങ്ങളും ഉണ്ട്. ഉദ്ഉലി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ദുആ ചെയ്യൂ, ഞാൻ ഉത്തരം നൽകാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ശരിയാണ്. പക്ഷേ നമ്മളെ ജീവിതത്തിൽ ഇപ്പോൾ 50 വയസ്സായ ഒരാൾ, 40 വയസ്സായ ഒരാൾ, 25 വയസ്സായ ആൾ, 70 വയസ്സായ ആൾ, ആരുമാവട്ടെ, പുരുഷനാവട്ടെ സ്ത്രീയാവട്ടെ, നമ്മിൽ നിന്ന് പല തെറ്റുകളും സംഭവിച്ചിട്ടുണ്ടാകും. ചെറിയ തെറ്റുകൾ, വലിയ തെറ്റുകൾ, നമ്മൾ അറിഞ്ഞു ചെയ്തത്, അറിയാതെ ചെയ്തത്, രഹസ്യമായി ചെയ്തത്, പരസ്യമായി ചെയ്തത്, ഇങ്ങനെ പല തെറ്റുകളും നമ്മിൽ നിന്ന് നമ്മുടെ ജീവിതകാലത്ത് വന്നു പോയിട്ടുണ്ടാകും. അതിൽ ആളുകളെ വെറുപ്പിച്ചതുണ്ടാവും, ആക്രമിച്ചതുണ്ടാകും, വ്യഭിചരിച്ചതുണ്ടാവും, മദ്യപാനം ചെയ്തതുണ്ടാകും, പലിശ വാങ്ങിയതുണ്ടാകും. ഇങ്ങനെ പല രീതിയിൽ വലിയ തെറ്റുകളൊക്കെ നമ്മളിൽ നിന്ന് സംഭവിച്ചാൽ ഈ തെറ്റുകൾ നമ്മൾ തൗബ ചെയ്ത് മടങ്ങുന്നത് വരെ നമ്മുടെ ദുആ അല്ലാഹു തആല സ്വീകരിക്കുകയില്ല. ഒരാളെ നമ്മൾ വെറുപ്പിച്ചാൽ അയാളോട് നമ്മൾ പൊരുത്തം ചോദിക്കണം. അയാൾ പൊരുത്തപ്പെട്ടിട്ടല്ലാതെ അള്ളാഹു പൊരുത്തപ്പെടുകയില്ല. ആദ്യം അദ്ദേഹത്തോട്, നമ്മൾ ആരെയാണോ ആക്രമിച്ചത്, ആരെയാണോ വെറുപ്പിച്ചത്, അവരോട് പൊരുത്തം ചോദിക്കണം, അദ്ദേഹം പൊരുത്തപ്പെട്ടു തരണം. എന്നാലേ അള്ളാഹു നമുക്ക് പുറത്തു തരികയുള്ളൂ. അങ്ങനെ പൊരുത്തപ്പെട്ടാൽ മാത്രമേ നമ്മുടെ ദുആ അല്ലാഹു തആല സ്വീകരിക്കുകയുള്ളൂ. അങ്ങനെ എന്ത് തെറ്റ് ചെയ്തതാണെങ്കിലും, ചിലപ്പോൾ നിസ്കരിക്കാത്ത ആളുകളുണ്ടാവും, തീരെ നിസ്കരിക്കാത്ത ആളുകൾ, അവരുടെ ദുആയും അള്ളാഹു സ്വീകരിക്കൂല. അതുപോലെ ഫർള് നോമ്പ് തീരെ അനുഷ്ഠിക്കാത്ത ആളുകൾ, അവരുടെ ദുആ അള്ളാഹു സ്വീകരിക്കൂല. പിന്നെ അള്ളാഹു അവൻ്റെ കനിവ് കൊണ്ട്, അവൻ്റെ ഔദാര്യം കൊണ്ട് ചില ആളുകൾക്ക് അള്ളാഹു തആല പുറത്തു കൊടുക്കും. അത് വിഷയം വേറെ. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക? എല്ലാ തെറ്റുകളും അള്ളാഹുവിലേക്ക് ഏറ്റ് പറഞ്ഞുകൊണ്ട് തൗബ ചെയ്ത് മടങ്ങുക. അങ്ങനെയായാൽ നമ്മളെല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകും. അത് ഒരു പ്രാവശ്യമല്ല, പല തവണകളായി, പല ദിവസങ്ങളിലായി, പല മാസങ്ങളിലായി, പല നല്ല ദിവസങ്ങൾ നോക്കുക, നല്ല മാസങ്ങൾ നോക്കുക, നല്ല സമയങ്ങൾ നോക്കുക. അങ്ങനെ നോക്കിയിട്ട് നമ്മൾ തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങിയാൽ അള്ളാഹുവിന് നമ്മളോടൊരു കാരുണ്യം തോന്നുകയും നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും അള്ളാഹു പരിഹാരം ചെയ്യുകയും ചെയ്യും. അതിന് നമ്മൾ ചെയ്യേണ്ടത് മെയിനായിട്ട് തൗബ ചെയ്യുക, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക. അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ദിക്ർ നമുക്ക് എത്രത്തോളം ചൊല്ലാൻ പറ്റും അത്രത്തോളം ചൊല്ലുക. അതുപോലെ പാപമോചനത്തിന് എന്തെല്ലാം വഴികളുണ്ട്, ആ വഴികളെല്ലാം തിരഞ്ഞെടുത്ത് നമ്മൾ അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുക. തൗബയുടെ ബെയ്ത്തുകളും തൗബയുടെ ആയത്തുകളും ദിക്റുകളും സ്വലാത്തുകളും ഒക്കെ ഉണ്ട്. അതൊക്കെ മുൻനിർത്തി അള്ളാഹുവിനോട് ഖേദിച്ച് മടങ്ങുക, അള്ളാഹുവിലേക്ക് മാത്രം ഖേദിച്ച് മടങ്ങുക. ആളുകളെ ആരെങ്കിലും ശല്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവരെ കണ്ട് മാപ്പ് ചോദിക്കുക. ഇങ്ങനെയാകുമ്പം നമ്മുടെ തൗബ അള്ളാഹു സ്വീകരിക്കുകയും നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അള്ളാഹു ഉത്തരം നൽകുകയും ചെയ്യും. എല്ലാ ടെൻഷനും ഒഴിവാക്കുക. എല്ലാ ടെൻഷനും ഒഴിവാക്കി നല്ല ആത്മാർത്ഥതയോടുകൂടി, തഖ്വയോടുകൂടി, കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് നമ്മൾ ദുആ ചെയ്യണം. കണ്ണീര് വരുന്നില്ലെങ്കിൽ ഉണ്ടാക്കി കണ്ണീര് വരുത്തിയിട്ടെങ്കിലും നമ്മളെന്താക്കണം? തൗബ ചെയ്യണം.
അങ്ങനെ തൗബ ചെയ്താൽ അള്ളാഹു നമ്മളെ കഷ്ടപ്പെടുത്തുകയില്ല, നമ്മളെ പരീക്ഷിക്കുകയില്ല. എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തും. അത്രക്കും പവറാണ് ദുആക്ക്. എല്ലാ സമയത്തും ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകട്ടെ. നമുക്കെല്ലാവർക്കും ആരോഗ്യം, ആഫിയത്തും ദീർഘായുസ്സും നൽകട്ടെ. എല്ലാ ആഫത്ത്, ബലാല്, മുസീബത്ത്, ഇടങ്ങേറുകളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാക്കട്ടെ. അവസാനം മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി മരിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.